ചേട്ടാ ഒരു സോഡാ നാരങ്ങൾ ഉപ്പും പഞ്ചാരി. കുറച്ച് കുറവാണ്. அண்ணா இங்க இந்த ஒரு ஃபேன்சி ஸ்டோர் தான் இருக்கா? சரி, எவ்வளோ ஆச்சு? சுமேஷ் தானே? சுமேஷ், ஏய் சுமேஷ் நில்லு. ஏய் சுமேஷ், ஏய் நில்லுப்பா, ஒரு நிமிஷம் நில்லு சுமேஷ். தெரியாது, நான் சுமேஷ் இல்ல. நின்னு பேசுறேன். சுமேஷ் தெரியாது. இவன் ஓடி இவனை நான் புடிச்சு. ஐயோ சுமேஷ், ஒண்ணுமே தெரியாது மகாலட்சுமி, நீ ஓடிடு. ஒரு நிமிஷம் நில்லு. ஒரு நிமிஷம் நின்னு பேசுறேன். என்ன என்ன சுமேஷ், எதுக்கு இப்ப நீ இப்படி பயப்படுற? மனுஷனை கொல்லல நீ வந்தே. இல்லப்பா, ஏன் இப்ப தேவையில்லாம பயப்பட்டுட்டு இருக்க? இது பயப்படாதே. நீ எதுக்கு இந்த கேரளாவில் வந்த? சொல்லு மகாலட்சுமி, ஏன் புகை காணுறதுக்கா நீ வந்த? நான் ஒருத்தரை பாக்குறதுக்காக தான் இங்க வந்திருக்கேன். ஆரு? அன்னம்மா சாக்கோ. അല്ലമ്മ ചാക്കോ, അതാര്? அவங்க இங்க லேடிஸ் ரெடிமேட் டெய்லரிங் യൂണിറ്റ് വച്ചിருக்காங்க. ആ അടിപൊളി. ഇവിടുന്ന് റെഡിമേഡ് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിലോട്ട് ആൾക്കാർ പോകുന്നു. നീ നേരെ അവിടെ ഇങ്ങോട്ട് വന്നില്ലേ? இல்ல, நான் இங்க எனக்கு ஒரு வேலை கிடைச்சிருக்கு, அதுக்காக தான் வந்திருக்கேன் சுமேஷ். வேலையா? கவுண்டர மூக்கு வேலையா? வேற என்ன இருக்கு மகாலட்சுமி, நீ கிட்ட சொல்லினா நான் கவுண்டரா கூப்பிடு. இல்ல இல்ல, ஒரு நிமிஷம்ப்பா, நானே சொல்றேன் என்னன்னு. என்ன சொல்லு. அந்த கதிரவன் இருக்கான்ல, ஏது அந்த தெரியும் தெரியும், சொல்லு. அவன் வேற ஊர்ல ஒரு பொண்டாட்டியும் வச்சிருக்கான், 2 குழந்தைங்களும் வச்சிருக்கான். ஆனோ? அதுக்கு என்ன வேணும்? நீ எதுக்கு இங்க வந்த? எனக்கு அந்த கல்யாணம் வேண்டாம் சுமேஷ். எனக்கு ஒரே ஒரு ஹெல்ப் மட்டும் பண்ணுவியா நீ? ஒரே ஒரு ஹெல்ப் மட்டும் ப்ளீஸ். என்ன ஹெல்ப்? அந்த அன்னம்மா சாக்கோவை கண்டுபிடிக்கிற வரைக்கும் எனக்கு தங்கறதுக்கு ஒரு இடம் மட்டும் எப்படியாச்சும் ப்ளீஸ். ப்ளீஸ் சுமேஷ், இது ஒன்று மட்டும் தானே கேட்குறேன். எப்படியாச்சும் அரேஞ்ச் பண்ணி கொடுப்பா. தங்கறதுக்கு தானே ஒரு இடம். ഈ പത്രക്കാരുടെ ഒരു കാര്യം നോക്കണേ. എന്താ മക്കളെ? അപ്പൂപ്പാ, ഞങ്ങളെ ഈ വെക്കേഷനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോവോ പുറത്തോട്ട്? എവിടെ കൊണ്ടുപോകാൻ? 2 ദിവസം മുമ്പല്ലേ പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ പുറത്തു പോകണമെന്നൊക്കെ അത്ര നിർബന്ധമാണ്. പറമ്പിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഊട്ടി പോവാ. അയ്യോ മക്കളെ, ഊട്ടിയിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന അത്ര തണുപ്പൊന്നുമില്ല. സത്യം. നിങ്ങൾക്ക് തണുപ്പ് അത്ര വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് കയറി ഇരുന്നാൽ മതി. അപ്പൂപ്പ, ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, പക്ഷെ അപ്പൂപ്പ സമ്മതിക്കണം. അതേതാ സ്ഥലം? ആ സ്ഥലം അല്ല അടേ, അല്ല ഞാനാണ് അടേ നിങ്ങളെ പുറത്ത് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ, അവരോട് പോയി പറയണം. അവർക്ക് ജോലി തിരക്കല്ലേ അപ്പൂപ്പ. ഓ അത് ശരി. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കണം എന്നല്ലേ? എന്താ മക്കളെ? പറഞ്ഞേ അപ്പൂപ്പ, ഞങ്ങളെ കൊണ്ടുപോകാൻ ഒരു ബെസ്റ്റ് സ്ഥലമുണ്ട്. അവിടെ പോവാണെങ്കിൽ അപ്പൂപ്പന് നല്ല സ്വീകരണവും ബഹുമാനമൊക്കെ കിട്ടും. അതേതാടാ ബെസ്റ്റ് സ്ഥലം? ദിണ്ടിഗലി, ഗൗഡറുടെ സ്ഥലം. വയ്ക്കോളൂ അവിടുന്ന്. ഒരിക്കൽ അവിടെ പോയിട്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതല്ലേ, എന്നെ കൊണ്ടൊന്നും വയ്യ. അപ്പൂപ്പ ശമ്പുച്ചേട്ടൻ പറഞ്ഞ നല്ല ഐഡിയ അല്ലേ? അപ്പൂപ്പ എന്തിനീ പേടിക്കുന്നേ? പേടിയാ മക്കളെ? അങ്ങനെ ഒരു വാക്കിന്റെ നിഘണ്ടുവിലേ ഇല്ല കേട്ടോ. എങ്കിലേ പിന്നെ ദിണ്ടിയിലേ പോവാന്ന് ശമ്പുചേട്ടൻ പറഞ്ഞപ്പോ അപ്പൂപ്പിന്റെ മുഖം മാറിയെന്ത്? അല്ല അത് പിന്നെ നിങ്ങളെ ഞാനല്ലല്ലോ കൊണ്ടുപോകേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചതാ. ആ എല്ലാ കുട്ടികളും അവരുടെ അപ്പൂപ്പന്മാരാണ് പുറത്തൊക്കെ കൊണ്ടുപോകുന്നല്ലേ? എന്താ കരുതിയിട്ട് എന്നെ കൊണ്ടൊന്നും വയ്യ ഡിണ്ടിക്കല്ല് കൊണ്ടുപോകാൻ, അടിയും കുസ്തിയൊക്കെ ഉണ്ടാവാനായിട്ട്. ആ ഇതിന്റെ പേരാണ് പേടി. നീ ചുമ്മാ ചൊറിയാൻ വരല്ലേ. ആ എടാ എന്താടാ നിനക്ക്? ഇവന്റെ ഒരു കാര്യം. അപ്പൂപ്പ കൗണ്ടറകളിൽ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോ സമ്മതിക്കും. മക്കളെ അതൊന്നും നടക്കൂല. ഞാൻ ഒരിടം കൊണ്ടുപോയൊന്നുമില്ല ആരെയും. അപ്പൂപ്പ ഇത് കൊണ്ടുപോവാ. ഇത് വലിയ ശല്യമാണ് മക്കളെ. ഞാൻ നിങ്ങളെ ഒരിടത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടല്ലോ. ആ പത്രം വായിക്കാൻ സമ്മതിക്കും. പ്ലീസ്, ഒരാഴ്ചത്തെ ട്രിപ്പ് എന്നല്ലേ നമ്മള് പറഞ്ഞോളൂ. പുറത്തെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി.